ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഹാൻഡ് വർക്ക് ഉള്ള ഒരു കുർത്തിയായിട്ടോ കാണിക്കണേ. ഈ കളറും ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്ന കളേഴ്സിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടോ ഈ കളേഴ്സ് എല്ലാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ എല്ലാവരും പറയും ഒരു ഡാർക്ക് ടോണാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ പേസ്റ്റിൽ ചെയ്യാൻ പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കളറ്, ഇതിന് എന്ത് കളർ, ലെമൺ യെല്ലോ എന്നല്ലേ പറയണേ, അതുപോലത്തെ നല്ലൊരു യെല്ലോ പ്ലസ് ഒരു ഗ്രീനിന്റെ കൂടെ മിക്സ് ആയിട്ടുള്ള കളർ. അതുകൊണ്ടാണ് എനിക്ക് ചില നേരത്തെ ഒരു മെഹന്തി ഗ്രീൻ എന്ന് പറയാൻ തോന്നും, ചിലപ്പോൾ ഒരു ലെമൺ യെല്ലോ. അങ്ങനത്തെ ഒരു നല്ല അടിപൊളി ഫാബ്രിക് ആണ്, പ്യുവർ ചിനോൺ ഫാബ്രിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൊടുത്തേക്കുന്ന ലൈനിങ്ങും നമ്മൾ പ്യുവർ ഫാബ്രിക് ആണ്, സാൻറ്റൂൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ വേറൊരു കളറും കൂടെ ചെയ്തിട്ടുണ്ട്, അതിൽ കോട്ടൺ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഒതുക്കം തോന്നും കേട്ടോ, ഒരു സ്ലിം ആയിട്ട്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു യോക്കിന്റെ ഷേപ്പ് കണ്ടോ, ഇതുപോലെ ഒരു വി നെക്ക് വെച്ചിട്ട് ഇതുപോലെ ത്രെഡ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതുപോലെ സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു പിങ്ക് കളറ് കുറച്ച് ഒരു ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് കണ്ടോ, അത് എടുത്ത് കാണിക്കാൻ വേണ്ടി കുറച്ചൊരു മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ വർക്ക്, നമുക്ക് കാണാനായിട്ട് എന്ത് രസം എന്നറിയോ. അതുപോലെ നെക്കിൽ ഈ ഒരു വി നെക്കിലോട്ടും നമ്മൾ ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഷേപ്പ് ഞാൻ പറഞ്ഞ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ബോഡി, എല്ലാവരും ചോദിക്കും വണ്ണം തോന്നുന്നു എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയണേ ഈ ഒരു പാറ്റേൺ നമുക്ക് വണ്ണം തോന്നൂല, അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയണേ. ഇത് പ്യുവർ ചിനോണാണ്, അപ്പൊ ഡ്രൈ വാഷ് ചെയ്യണം, ഞാൻ ആദ്യമേ പറയുന്നു. അപ്പം ഇതിൽ നമ്മൾ മൽച്ചന്തേരിലോട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ ഒരു കളറ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓണിയൻ കളർ, ഡാർക്കർ ഷെയ്ഡാണ്. ഓണിയൻ ഷെയ്ഡും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള, പീച്ചല്ല അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്. ചില നേരത്തെ കളർ പറയുമ്പോൾ പെട്ടെന്ന് വരില്ല കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത് ഗ്രീനും ആ ഒരു ഗോൾഡനും കൂടിയാണ്. ഇതിൽ നമ്മൾ പിങ്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇതിന് ആ ഫ്ലവറിന്റെ അടുത്ത് ഇതുപോലെ ഗ്രീനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാട്ടോ, ശരിക്കും ആ ഒരു കോമ്പിനേഷൻ അത് നേരെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവണേ. ഇതിന്റെ സ്ലീവിന്റെ എൻഡിലും നമ്മൾ ആ ഒരു 1 ലെയർ ഇതുപോലെ ഈ ഒരു ഹാൻഡ്, ഈ ഒരു കളർ ഇതേപോലെ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഓണിയൻ ഷെയ്ഡ് അല്ല കേട്ടോ, ഡാർക്ക് ഒരു പിങ്ക് എന്ന് പറയാം, പക്ഷെ നല്ല അടിപൊളി ഷെയ്ഡാണ്. അതിനകത്തോട്ട് ഇത് നെക്ക് ഇതേപോലെയാണ് വരുന്നത്. ഇതിന്റെ ഇതുപോലെ ഈ ഒരു പാറ്റേണിലോട്ട് ഷേപ്പ് കണ്ടോ, ഈ ഒരു ഗ്രീൻ കളർ നല്ല ഒതുക്കം തോന്നുന്ന കളറാണ്. ഇത് കോട്ടൺ ലൈനിങ് കൊടുത്തുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വെയർ ചെയ്ത കളർ ഇതേപോലെയാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ എനിക്ക് എപ്പോഴും ഗ്രീൻ ആയിട്ടാണ് ഇത് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒരു ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ. അതിൻ്റെ ആ വർക്ക് കണ്ടോ, പിങ്ക് കളർ കൊടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതിന് ഞാൻ പറഞ്ഞില്ല, നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഭംഗി മനസ്സിലാവുക. ഇതുപോലെ ആ സ്ലീവിൻ്റെ എൻഡിലോട്ട് ഈ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതേപോലെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ 2 സൈസിലോട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 48-49 കൊടുത്തിട്ടുണ്ട്. മൽച്ചന്തേരിയാണ് ഇത് ഫാബ്രിക് വരുന്നത്. ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത്. ഞാൻ പറയാം, നമുക്ക് കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്, പക്ഷെ നമുക്ക് ടൈം എടുക്കും. ജോർജറ്റിലോട്ട് വേണമെങ്കിലും ചെയ്യാം, ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് വർക്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ 25 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്